Today we will discuss the relationship between elastic constant. So we already discussed three elastic constants. First one, Young's modulus, denoted by the letter E, then modulus of rigidity, and finally bulk modulus, denoted by letter K. Now we will connect these three: Young's modulus, modulus of rigidity, and bulk modulus. So first one is relation between E and K. Okay. So we know that we defined K is equal to E divided by 3 into 1 minus 2 mu. Okay. Or we can write E is equal to 3K into 1 minus 2 mu. So this is the relation connecting Young's modulus and bulk modulus K. Okay. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് വൈൽ ബി ഡിഫൈനിങ് ബൾക്ക് മോഡുലസ്. സോ ഇതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ക്യൂബിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ദെൻ വി അസ്യൂം ദാറ്റ് ഈ എലമെൻറ്റിൻ്റെ മുകളിൽ നോർമൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ എല്ലാ സൈഡിലും ഈക്വൽ സ്ട്രെസ്സാണ് ആക്ട് ചെയ്യുന്നുള്ള അസ്യൂം ചെയ്തു. കാരണം ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു എലമെൻ്റ് ഒരു ഫ്ലൂയിഡിലാണ്. സോ ഇതിൽ പി അല്ലെങ്കിൽ ഒരു സിഗ്മ എല്ലാം കംപ്രസീവ് ആയിട്ടാണ് എടുത്തത്. നിങ്ങൾ ഇനി ടെൻസൈൽ എടുത്താലും കുഴപ്പമില്ല. സോ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടെൻസൈലായിട്ട് എടുക്കാം. സിഗ്മ എല്ലാ സൈഡിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ എമൗണ്ട് സിഗ്മയാണ്. എല്ലാ സൈഡിലും ഈക്വൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ, എല്ലാ 3 ഡയറക്ഷനിലും ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ 3 ഡയറക്ഷനിലും സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദ ബൾക്ക് മോഡുലസ് ഈസ് ഡിഫൈൻഡ് as the ratio of direct stress or normal stress or hydrostatic stress or normal stress divided by വോളിയോമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, വോളിയോമെട്രിക് സ്ട്രെയിനിന് സ്മോൾ ലെറ്റർ ഇ എന്നും കൊടുക്കാറുണ്ട്, ചില ടെക്സ്റ്റിൽ എപ്സിലോൺ വി എന്നും കൊടുക്കാറുണ്ട്. സ്ട്രെയിൻ എന്നുള്ളതിന് എപ്സിലോണും വോളിയോമെട്രിക് ആയതുകൊണ്ട് വിയും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഇ ആണ്, ഓർ സിഗ്മ ബൈ ഇ ആണ്. ഇതാണ് ബൾക്ക് മോഡുലസിൻ്റെ definition. Now from the Hooke's law we know that the relationship between epsilon x and sigma, the stress components, is equal to if general equation is sigma x by E minus mu by E into sigma y minus mu by E into sigma z. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഇതേപോലെ നമുക്ക് എപ്സിലോൺ വൈ എഴുതാം, എപ്സിലോൺ സെഡും എഴുതാം. ഓക്കെ, ഇനി നമ്മളെ അസംഷൻ, നമ്മളെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഇങ്ങനെയാണ്, എല്ലാ സ്ട്രെസ്സും ഈക്വൽ ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്തത് സിഗ്മയാണ്. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ് എന്നുള്ള ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ വി ക്യാൻ റൈറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ മൈനസ് 2 times 2 ന്യൂ ബൈ ഇ സിഗ്മ. ഇത് ഇതും സിഗ്മയാവും. സോ 2 times എഴുതാം. സോ സിഗ്മ ബൈ ഇ മൈനസ് 2 ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ. അപ്പോൾ എപ്സിലോൺ വൈയും സിമിലർലി ഇതെല്ലാ സ്ട്രെസ്സും ഈക്വൽ ആയതുകൊണ്ട് എപ്സിലോൺ വൈ അല്ലെങ്കിൽ എപ്സിലോണും ഇതും സെയിം എക്സ്പ്രഷൻ കിട്ടും. ആൻഡ് എപ്സിലോൺ സെഡിനും സെയിം എക്സ്പ്രഷൻ കിട്ടും. വൈ ഡയറക്ഷനിലെ സ്ട്രെയിനും സെയിം എക്സ്പ്രഷൻ കിട്ടും. Now we also know that the volumetric strain is nothing but epsilon x plus epsilon y plus epsilon z ആണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 times, അതായത് ഈ കേസിൽ ഇറ്റ് ഈസ് 3 എപ്സിലോൺ എന്ന് വരും. എല്ലാം സെയിം ആണ്. എപ്സിലോൺ എക്സും എപ്സിലോൺ വൈ എപ്സിലോൺ സെഡും സെയിം ആണ്, കാരണം എല്ലാം സിഗ്മയാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ എല്ലാം സെയിം എക്സ്പ്രഷൻ ആണ് വരുന്നത്. സോ 3 times സിഗ്മ എന്ന് വരും. സോ we can write volumetric strain is equal to 3 into sigma by E. 3 sigma by E ഞാൻ പുറത്തെടുത്തു. 3 sigma by E into 1 minus 2 nu. ഇങ്ങനെ കിട്ടും. 3 sigma by E into 1 minus 2 nu. Okay, is the volumetric strain. Now if you substitute here, bulk modulus K is equal to, for epsilon, for volumetric strain you can substitute 3 sigma by E into 1 minus 2 nu substitute ചെയ്യുക. സോ സിഗ്മ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you will get K is equal to E by
3 times 1 minus 2 nu. ഇങ്ങനെ കിട്ടും k is equal to 3 by e into 1 minus 2 nu എന്ന് കിട്ടും, or e is equal to 3k into 1 minus 2 nu. ഈ എക്സ്പ്രഷൻ കിട്ടും. സോ ഇതാണ് ഡിറൈവ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഓൾറെഡി നമ്മൾ ബൾക്ക് മോഡൽസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞതാണ്. സോ നിങ്ങൾ അവിടെ റെഫർ ചെയ്യാം. ജസ്റ്റ് ഒരു outline തന്നേ ഉള്ളൂ. So that is the relation between E and K. Now we will connect the Young's modulus and modulus of rigidity. Okay, Young's modulus modulus of rigidity തമ്മിൽ relation കണ്ടുപിടിക്കാൻ പറ്റും. So ഇത് നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. Either you can go with the Mohr circle approach. With the help of Mohr circle we can solve this. We can find out the relation between A and G, or നിങ്ങൾ ജോമെട്രിക്കലി ഒരു എലമെൻറ്റ് ഇതേപോലെ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഡയഗണലിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡയഗണലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും ഒക്കെ ബേസ് ചെയ്തിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. യൂഷ്വലി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഡയഗണൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് അധികം ടെക്സ്റ്റ് ബുക്കിലും കണ്ടുവരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ മോർ സർക്കിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റേ മെത്തേഡ് ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ദ അതർ മെത്തേഡ് ജോമെട്രിക്കൽ മെത്തേഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. സോ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയതുകൊണ്ട് ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ അല്ലേ. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അതിനെ കണക്ട് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈസ് the modulus of rigidity. ഓക്കെ, സോ ഷിയർ സ്ട്രെസ്സുമായിട്ട് കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ എലമെൻറ്റിൻ്റെ മുകളിൽ ടോ എക്സ് വൈ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഒരു 2 dimensional എലമെൻ്റ് ആണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ നോർമൽ സ്ട്രെസ്. സിഗ്മ എന്നുള്ള സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ് ഈ ടേംസ് ഒക്കെ 0 ആണെന്നുള്ള അസ്യൂം ചെയ്തു. ഇങ്ങനെ ഒരു എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്ത്. ഇതിനെയാണ് ഇങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിന് മുകളിൽ ഷിയർ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്യുവർ ഷിയർ. ഓക്കെ, സോ കൺസിഡർ ദ സ്റ്റേറ്റ് ഓഫ് പ്യുവർ ഷിയർ ഇല്യൂസ്ട്രേറ്റഡ് ഇൻ ഫിഗർ 1. ഇതുപോലെ ഒരു എക്സ് വൈ ഡയറക്ഷൻ ഉണ്ട്, അതിൻ്റെ 4 സൈഡിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റും. വി നോ ദാറ്റ് we already studied how to draw Mohr circle. So അതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റും. സോ മോർ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെർട്ടിക്കൽ ഫേസ് ഇത് വെർട്ടിക്കൽ ഫേസ് ആണ്, ഇത് ഒറിസോണ്ടൽ ഫേസ് ആണ്. വെർട്ടിക്കൽ ഫേസിൻ്റെ കോർഡിനേറ്റ്സും എഴുതാം. ഐ ക്യാൻ റൈറ്റ് ഒറിസോണ്ടൽ ഫേസ് കോർഡിനേറ്റ്സ് ഓഫ് ഒറിസോണ്ടൽ ഫേസ് ഓൾസോ. സോ വെർട്ടിക്കൽ ഫേസിൽ എന്ത് വരും? നോർമൽ സ്ട്രെസ് ഒന്നുമില്ല. സോ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് 0 ആവും, വൈ കോർഡിനേറ്റ് ടോ എക്സ് വൈ ആണ്. ദെൻ ഡയറക്ഷൻ നോക്കുക. മോർ സർക്കിളിൽ നമ്മൾ ഫിക്സ് ചെയ്ത ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കൺസിഡർ ആസ് നെഗറ്റീവ്. സോ ഈ ടോ എക്സ് വൈ ഈ രണ്ട് ടോ എക്സ് വൈയും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് മൈനസ്. സോ ദിസ് ദ വെർട്ടിക്കൽ സർഫസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 0 മൈനസ് ടോ എക്സ് വൈ. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ഹൊറിസോണ്ടൽ സർഫസ്. ഈ ഒറിസോണ്ടൽ സർഫസിനെ കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്താൽ അഗെയിൻ നോർമൽ സ്ട്രെസ് 0, സോ എക്സ് കമ്പോണൻറ്റ് 0 ആണ്. ദെൻ ഷിയർ സ്ട്രെസ് ഈസ് ഈ രണ്ട് സ്ട്രെസ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇറ്റ്സ് പ്ലസ് ടോ എക്സ് വൈ. സോ ഇതാണ് components of horizontal surface and vertical surface. Now as usual draw the horizontal x-axis and y-axis. This x-axis represent normal stress, y-axis represent shear stress. Now നമ്മൾ രണ്ട് കേസ് ഫസ്റ്റ് ഐ എം ഗോയിങ് ടു മാർക്ക് ദ വെർട്ടിക്കൽ സർഫസ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ സർഫസിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. സോ ഇത് ഒറിജിൻ തന്നെ വരും. എക്സ് കോർഡിനേറ്റ് ഒറിജിൻ തന്നെ വരും. വൈ കോർഡിനേറ്റ് ഈസ് മൈനസ് ടോ എക്സ് വൈ. സോ മൈനസ് ടോ എക്സ് വൈ എത്രയാണോ ആ വാല്യൂ എടുക്കുക. ഇപ്പോൾ ഇവിടെ എവിടെയാണ് ടോ എക്സ് വൈ ആയിട്ട് കാണിച്ചിട്ടുള്ളത്? സോ ഇത് ആയിരിക്കും എക്സ് സർഫസ്, അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്തതിനെ വി എന്നാണ് ഡിനോട്ട് ചെയ്തത് വെർട്ടിക്കൽ സർഫസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ. ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ആണ്. ഇതിൻ്റെ നോർമൽ ഡയറക്ഷൻ എക്സ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ എന്നും വിളിക്കാറുണ്ട്. സോ ഇതിൽ എക്സ് എന്നാണ് കാണിച്ചത്, നമ്മൾ പഠിച്ചത് വി ആണ്. സോ ഇത് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. നൗ മാർക്ക് ദ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് plus 0 plus tau xy. So the x coordinate is 0, y coordinate is plus tau xy. So this is the point.
ഇതാണ് y അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ h. ഓക്കെ, സോ 2 പോയിന്റ് കിട്ടി. നൗ ജോയിൻ ദീസ് 2 പോയിന്റ്സ്. ഈ എച്ചും വിയും ജോയിൻ ചെയ്യാം. ദെൻ ഈ കണക്ട് ചെയ്യുന്ന ഈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് കൺസിഡറിങ് ദിസ് പോയിന്റ് ആസ് സെൻറ്റർ ഡ്രോ 1 സർക്കിൾ. ഇതാണ് നമ്മളെ ഈ ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോർ സർക്കിൾ. ഈ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ മോർ സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചു. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കാം. സിഗ്മ 1 മീൻസ് ഈ നമ്മളെ റെഫറൻസ് പോയിന്റിൽ നിന്ന് ദ മാക്സിമം ഹൊറിസോണ്ടൽ ലൈനിൽ ഈ എക്സ് ആക്സിസിലുള്ള മാക്സിമം പോയിന്റ്, അതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 എന്ന് വരിക. സോ ഇതായിരിക്കും സിഗ്മ 1. ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് തന്നെയാണ്. റേഡിയസ് ടോ എക്സ് വൈ ആണ്. സോ സിഗ്മ 1 ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ. നിങ്ങൾക്ക് അറിയുന്നതാണ്, മോർ സർക്കിൾ നിങ്ങൾ പഠിച്ചായതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നത്. ദെൻ സിഗ്മ 2. സിഗ്മ 2 മീൻസ് ഇവിടെ നിന്ന് ഇത് മിനിമം പോയിന്റ്, മിനിമം ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ ഈ പോയിന്റ് ആണ് സിഗ്മ 2. ഇറ്റ്സ് വാല്യൂ ഈസ് സിഗ്മ 2 ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ടോ എക്സ് വൈ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ടോ എക്സ് വൈ എന്ന് കിട്ടും. സോ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കിട്ടി. സിഗ്മ 1 മീൻസ് ഇറ്റ് ഈസ് ടോ എക്സ് വൈ ആൻഡ് സിഗ്മ 2 ഈസ് മൈനസ് ടോ എക്സ് വൈ. ഇതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. സിഗ്മ 2 ആണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. നൗ we can find out the plane or the direction or the angle of these principal planes. So നമുക്ക് കിട്ടിയ ഇനീഷ്യൽ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഇതാണ്. എച്ചും വിയും കണക്ട് ചെയ്യുന്ന ലൈനാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന ഈ ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. അവിടെ നിന്ന് ആ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് ഏത് ആംഗിളിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ് ഈ സിഗ്മ 1ലേക്കുള്ള ആംഗിൾ നോക്കുക. സോ ദിസ് ഷുഡ് ബി യുവർ 2 തീറ്റ P1. So 2 theta P1 is 90 degree ആണ് ഫ്രം ദിസ് വെർട്ടിക്കൽ സർഫസ്. ഈ വെർട്ടിക്കൽ സർഫസിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വെർട്ടിക്കൽ സർഫസിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന വെർട്ടിക്കൽ സർഫസിലായിരിക്കും സിഗ്മ 1 ആക്ട് ചെയ്യുന്നത്. സോ 2 theta P1 is equal to 90. That means theta P1 is equal to 45 degree. സോ നമുക്ക് മോർ സർക്കിളിൽ എപ്പോഴും 2 തീറ്റ ആയിരിക്കും വരിക. ആക്ച്വൽ സർഫസ്, ആക്ച്വൽ എലമെൻറ്റ് തീറ്റ പിയിലും ആയിരിക്കും വരിക. സോ 45 ഡിഗ്രി കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ എലമെൻറ്റിനെ ഒരു 45 ഡിഗ്രി, ഈ എക്സ് ആക്സിസിന് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഒരു വെർട്ടിക്കൽ സർഫസ് വരച്ചു. ആ സർഫസിലായിരിക്കും സിഗ്മ 1 ആക്ട് ചെയ്യുക, ടോ എക്സ് വൈ എന്നുള്ള സിഗ്മ 1. അതിനെ ഞാൻ 1 എന്ന് പേര് കൊടുത്തു. അതിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസ്, ഈ സർഫസിലായിരിക്കും സിഗ്മ 2 ആക്ട് ചെയ്യുക. അത് മൈനസ് ആണ്. ദ മീനിങ് ഓഫ് മൈനസ് സൈൻ മീൻസ് ഇറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെസ് ആണ്. അതുകൊണ്ട് ടുവേർഡ്സ് ദ പ്ലെയിൻ. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചു. സോ ഇതാണ് സെക്കൻഡ്. ഇതാണ് അപ്പം ഈ ഒരു സർഫസ്, ഇതാണ് നമുക്ക് തന്ന ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ എപ്പോഴും പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. the Mohr circle for this stress state is shown in figure B. Mohr circle നമ്മൾ ഇവിടെ കാണിച്ചു. The Mohr circle നമുക്ക് വാല്യൂ ഇത് കണ്ടുപിടിച്ചു. From Mohr circle sigma 1 is equal to plus tau xy and sigma 2 is equal to minus tau xy എന്ന് കിട്ടി. Now the direction, the principal directions are inclined 45 degree. എന്ന് 45 ആകാൻ കാരണം ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി ആണ്. സോ അതേ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ 45 ഡിഗ്രിയിലായിരിക്കും principal planes ഉണ്ടാവുക. So the principal directions are inclined 45 degree to the xy axis, x-axis as indicated in figure C. അപ്പോൾ ഇത്രയും കിട്ടി. Now we have to find out the relation between Young's modulus and modulus of rigidity. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മെത്തേഡിൽ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് കിട്ടിയത്, അത് വെച്ചിട്ട് രണ്ട് രീതിയിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ കണ്ടുപിടിക്കും. എപ്സിലോൺ 1 രണ്ട് രീതിയിൽ കണ്ടുപിടിക്കും. ആ രണ്ട് രീതിയിൽ കിട്ടിയ എപ്സിലോൺ 1നെ മെത്തേഡ് 1ഉം മെത്തേഡ് 2നും കണ്ടുപിടിച്ച എപ്സിലോൺ 1നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ടും പ്രിൻസിപ്പൽ സ്ട്രെയിനാണ്. അതിനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ഷൻ ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യങ്സ് ഈ നോർമൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. വി നോ ദാറ്റ് എപ്സിലോൺ എക്സ്, ഇപ്പം സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പം സിഗ്മ എക്സ്, ടോ എക്സ് വൈ അങ്ങനത്തെ വാല്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു
നമുക്ക് എന്ത് എഴുതാം? സിഗ്മ എക്സ് ബൈ ഇ മൈനസ് മ്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻറ്റ് 2 ഡയമെൻഷനിലാണ്, ഒരു 2 ഡയമെൻഷണൽ എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്ത്. സോ സെറ്റ് ഡയറക്ഷൻ 0 ആണ്. അതാണ് ഇവിടെ ബൈ ആക്സിയൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓൺലി സിഗ്മ എക്സ് സിഗ്മ വൈ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ, എക്സും വൈയും ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഹൂക്സ് ലോ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ ഫോർ ലീനിയർ സ്ട്രെയിൻ. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് തന്ന ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് സിഗ്മ വൈ അങ്ങനത്തെ വാല്യൂസ് ഇല്ല, ടോ എക്സ് വൈ മാത്രമേ ഉള്ളൂ. സോ ഈ ടേമും എന്തായിപ്പോവും? ടോ എക്സ് വൈ മാത്രമേ ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഉള്ളൂ. അതിൻ്റെ നോർമൽ, അപ്പോൾ ഇതാണ് ഫൈനൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈനൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഇതിന് ഈ ഡയറക്ഷനിലുള്ള ഈ 1 എന്നുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. എപ്സിലോൺ 1 ഈ ഡയറക്ഷനിൽ എന്ത് സ്ട്രെയിൻ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. സോ ഈ എപ്സിലോൺ എക്സിന് പകരം 1 എന്നുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എപ്സിലോൺ 1 എന്ന് കൊടുത്തു. ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ ഇൻ ഡയറക്ഷൻ 1. കാരണം ഇവിടെ എപ്സിലോൺ എക്സ് വാല്യൂ ഉണ്ടാവില്ല, കാരണം ഇവിടെ എപ്സിലോൺ എക്സ് വരണമെങ്കിൽ സിഗ്മ എക്സ് വേണം. ഇവിടെ സിഗ്മ എക്സ് ഉണ്ടെങ്കിലേ ആ ഡയറക്ഷനിൽ എപ്സിലോൺ എക്സ് ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമുക്ക് എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ ആ ടൈം ഒക്കെ 0 ആയിരിക്കും. ബട്ട് ഹിയർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ ഇൻ ദിസ് ഡയറക്ഷൻ 1 ആൻഡ് ഡയറക്ഷൻ 2. സോ ഞാൻ ഡയറക്ഷൻ 1 കണ്ടുപിടിച്ചു, എപ്സിലോൺ 1 കണ്ടുപിടിച്ചു. എപ്സിലോൺ 1 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സിന് പകരം 1 എന്ന് കൊടുക്കണം, മൈനസ് ന്യൂ ബൈ ഇ സിഗ്മ വൈക്ക് പകരം സെക്കൻഡ് ഡയറക്ഷനിൽ നമ്മൾ ഡയറക്ഷൻ 2 എന്നാണ് കൊടുത്തത്. സോ നമ്മളെ ഇക്വേഷൻ ഇങ്ങനെയാക്കി മാറ്റി എഴുതാൻ പറ്റും.
epsilon 1 is equal to 1 by E sigma 1. ഇതിൽ 1 by E പുറത്തെടുത്തു കഴിഞ്ഞാൽ sigma 1 minus nu into sigma 2, where nu is known as Poisson's ratio. ഇത്രയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫ്രം മോർ സർക്കിൾ വി നോ ദാറ്റ് മോർ സർക്കിൾ വെച്ചിട്ട് നമുക്കറിയാം സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ടോ എക്സ് വൈ ആണ്, സിഗ്മ 2 മീൻസ് ഇറ്റ് ഈസ് മൈനസ് ടോ എക്സ് വൈ. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദിസ് സിഗ്മ 1 ആസ് ടോ എക്സ് വൈ ആൻഡ് സിഗ്മ 2 മൈനസ് ടോ എക്സ് വൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഒബ്റ്റെയിൻ ഫ്രം മോർ സർക്കിൾ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടോ എക്സ് വൈ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 2 പകരം മൈനസ് tau xy. So the final relation is 1 plus nu tau xy by E. അതിന് ഇക്വേഷൻ എന്തെങ്കിലും നമ്പർ കൊടുക്കാം. ഇത് സ്റ്റാർട്ടിങ് PDF സ്റ്റാർട്ടിങ് തൊട്ട് 1 2 3 2 അതുകൊണ്ടാണ് ഇവിടെ 6 എന്ന് വന്നത്. സോ അത് എ എന്ന് എന്തെങ്കിലും വിളിച്ചു, ഇക്വേഷൻ എ. സോ ഫസ്റ്റ് ഒബ്റ്റെയിൻ വി ഗോട്ട് എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ന്യൂ ഇൻറ്റു tau xy by E എന്ന് കിട്ടി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ എ. നൗ ദ സെക്കൻഡ് മെത്തേഡ്. ഇത് ഹൂക്സ് ലോ വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചത്. നൗ വി നോ ദാറ്റ് from stress transformation equations or strain transformation equations. നമ്മൾ പണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ മീൻസ് ഒരു ആക്സിസിലുള്ള സ്ട്രെസ് തന്നാൽ അതിനെ ഏത് ആംഗിളിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് ആ ആക്സിസിലുള്ള സ്ട്രെസ്സിനെ കണ്ടുപിടിക്കാനുള്ള അനലറ്റിക്കൽ മെത്തേഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ് ദർ ഈസ് സം അനലോഗി ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതേ സംഭവങ്ങൾ നമുക്ക് സ്ട്രെയിനിലും ചെയ്യാൻ പറ്റും. അപ്പം സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതേ ഇക്വേഷൻ നമുക്ക് സ്ട്രെയിൻ ട്രാൻസ്ഫോർമേഷനും യൂസ് ചെയ്യാം. സോ ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്ട്രെസ്. ഇതിനെ ഞാൻ ഈ ഒരു ഡയറക്ഷൻ, ഇപ്പോൾ ഇതാണ് പുതിയൊരു ഡയറക്ഷൻ 1 ഞാൻ എക്സ് ഡാഷിന് പേര് കൊടുത്തു. ഒരു എക്സ് ആക്സിസിലുള്ള വാല്യൂസ് നമുക്കറിയാം, ഈ വാല്യൂസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഈ 1 എന്നുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കും. നമുക്ക് സെയിം സിഗ്മ എക്സിൻ്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്കറിയായിരുന്നു. സിഗ്മ എക്സും സിഗ്മ വൈ അങ്ങനത്തെ വാല്യൂ അറിയുകയാണെങ്കിൽ സിഗ്മ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ എഴുതുന്നതുകൊണ്ട് ഇതായിട്ട് കൺഫ്യൂഷൻ ആകും. സിഗ്മ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ടോ എക്സ് വൈ സൈൻ 2 തീറ്റ. ഇതാണ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഇവിടെ ഈ സ്ട്രെസ്സിൻ്റെ പ്ലേസിൽ സ്ട്രെസ് എവിടെയൊക്കെ വരുന്നോ അവിടെ അതിന് പകരം ഇപ്പോൾ നോർമൽ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നോർമൽ സ്ട്രെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസോറിയൽ സ്ട്രെയിൻ കമ്പോണൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അതിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. സിഗ്മ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു ഓർ ഇത് സ്ട്രെസ് ആണ്. സ്ട്രെയിൻ്റെ കേസിലാണെങ്കിൽ എപ്സിലോൺ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ ബൈ 2 പ്ലസ് എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ സ്ട്രെയിൻ ടെൻസർ ആലോചിക്കുക. സ്ട്രെയിൻ ടെൻസർ കാർട്ടീഷ്യൻ കോഷീസ് സ്ട്രെയിൻ ടെൻസർ ആണ്. കോഷീസ് സ്ട്രെയിൻ ടെൻസറിൽ എപ്സിലോൺ എക്സ് വൈ ആണ് വരിക. എപ്സിലോൺ എക്സ് വൈ മീൻസ് ഗാമ എക്സ് വൈ ബൈ 2 ആണ്. ഡയറക്ട്ലി ഇവിടെ ടോ എക്സ് വൈ എഴുതുന്ന മാതിരി ഇവിടെ ഗാമ എക്സ് വൈ എന്ന് എഴുതരുത്. ഇറ്റ് ഈസ് ഗാമ എക്സ് വൈ ബൈ 2. സ്ട്രെയിൻ ടെൻസർ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോയും ഒന്നും കൂടി കണ്ടു നോക്കുക, സ്ട്രെയിൻ ടെൻസറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന. അതായത് ഇതാണ് സ്ട്രെയിൻ ടെൻസറിൻ്റെ കമ്പോണൻറ്റ് എപ്സിലോൺ എക്സ് വൈ സൈൻ 2 തീറ്റ. സോ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലുള്ള ഇത്രയും വാല്യൂസ് അറിയാമെങ്കിൽ, ഇതറിയെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ഈ എക്സ് ഡാഷ് അല്ലെങ്കിൽ 1 എന്നുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സോ നമുക്ക് നമ്മളെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഡാഷിന് പകരം നമ്മൾ കൊടുത്ത പേര് എപ്സിലോൺ 1 ആണ്. Now, what is epsilon x, epsilon y? What are the values of? What is the value of epsilon x and epsilon y? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്ന സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഇതിൽ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഈ ഷിയർ സ്ട്രെസ്സിനെ കൊണ്ട് ഷിയർ സ്ട്രെയിൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഷിയർ സ്ട്രെസ് ഷിയർ സ്ട്രെയിൻ ആണ് ഉണ്ടാക്കുക. നോർമൽ സ്ട്രെസ് സിഗ്മ എക്സും സിഗ്മ വൈ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ്
എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇവിടെ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. സോ ഈ വാല്യൂസ് 0 ആണ്, നോർമൽ സ്ട്രെസ് 0 ആണ്. നോർമൽ സ്ട്രെസ് 0 ആയതുകൊണ്ട് കറസ്പോണ്ടിംഗ്ലി ദർ വോണ്ട് ബി എനി നോർമൽ സ്ട്രെയിൻ ഓൾസോ. സോ എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും 0 ആയിരിക്കും നമ്മളെ കേസിൽ. സോ ഇവിടെ 0 എന്ന് വരും, 0 ഈ ടേം 0 ആയിപ്പോവും, അതേമാതിരി ഈ ടേമും 0 ആയിപ്പോവും, പ്ലസ് ഇതുണ്ടാവും ഗാമ എക്സ് വൈ ബൈ 2. ഗാമ എക്സ് വൈ ബൈ 2 അതുണ്ടാവാൻ കാരണം ഗാമ എക്സ് വൈ ബൈ 2 വരാൻ കാരണം ഇവിടെ ടോ എക്സ് വൈ ഉണ്ട്. ടോ എക്സ് വൈ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി സം ഷിയർ സ്ട്രെയിൻ. ആംഗിളിന് ചേഞ്ച് ഉണ്ടാവും. ആംഗുലർ ചേഞ്ചിനെയാണ് 90 ഡിഗ്രിന്ന് ഡിഫോം ചെയ്യുന്നതിനെയാണ്, ചേഞ്ച് ആവുന്നതിനാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഗാമ എക്സ് ബൈ 2 സൈൻ, പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്തത് 45 ഡിഗ്രിയിലാണ്. ഇതിനെ ഈ 1 എന്നുള്ള ഡയറക്ഷൻ മീൻസ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് 45 ഡിഗ്രി ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ 2 തീറ്റ 2 times 45, സോ സൈൻ 90 എന്ന് വരും. സൈൻ 90 1 ആണ്. സോ വി ഗെറ്റ് എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു ഗാമ എക്സ് വൈ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും സെയിം ആണ്, രണ്ട് എപ്സിലോൺ 1ൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ടോ എക്സ് വൈ ആണ്, ഇവിടെ ഗാമ എക്സ് വൈ ആണ്. സോ ഞാൻ ഇതിനെ ഒന്ന് ഹൂക്സ് ലോ വെച്ചിട്ട് വി നോ ദാറ്റ് ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ എക്സ് വൈ ആണ്. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇൻറ്റു ഗാമ എക്സ് വൈ ആണ്. സോ ഈ ഗാമ എക്സ് വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ദിസ് ഗീവ്സ് ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ബൈ ജി എന്ന് വരും. സോ ആ വാല്യൂ ഈ ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ബൈ ജി എന്നുള്ള ഈ ഇക്വേഷൻ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, ഗാമ എക്സ് വൈക്ക് പകരം ടോ എക്സ് വൈ എന്ന് വരും, ടോ എക്സ് വൈ ബൈ ജി എന്ന് വരും, ഇങ്ങനെ വരും. ഇതാണ് ഗാമ എക്സ് വൈ. ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 ഇവിടെ എഴുതാം. സോ we will get the expression for normal strain in terms of using this transformation equation. Transformation equation use ചെയ്യുകയാണെങ്കിൽ the expression for epsilon 1 is equal to the final expression നമുക്ക് കിട്ടുന്നത് epsilon 1 is equal to gamma xy by tau gamma xy by 2 ആണ്. that is equal to tau xy by 2g എന്ന് കിട്ടും. സോ ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 6 അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എ കിട്ടിയിട്ടുണ്ട്. സപ്പോസ് ദിസ് ഈസ് ഇക്വേഷൻ ബി. രണ്ടും എപ്സിലോൺ 1ൻ്റെ എക്സ്പ്രഷൻ ആണ്. സോ യു ക്യാൻ ഇക്വേറ്റ് ദീസ് 2 എക്സ്പ്രഷൻസ്, രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. സോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ടോ എക്സ് വൈ ബൈ 2g ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ബൈ 2g is equal to 1 plus nu into tau xy by e എന്ന് കിട്ടും. സോ tau xy ഒക്കെ ക്യാൻസൽ ചെയ്യാം. tau xy ക്യാൻസൽ ചെയ്തു. സോ ഇതൊന്ന് നമുക്ക് എന്ത് കിട്ടും, e is equal to g is equal to കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ e is equal to 2g into 1 plus nu എന്ന് കിട്ടും. e is equal to 2g into 1 plus mu. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റിലേഷൻ കണക്റ്റിംഗ് ഇ ആൻഡ് ജി. ഇയും ജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഈ ന്യൂ എന്നുള്ളത് ശ്രദ്ധിക്കുക, ചില ടെക്സ്റ്റ് ബുക്കിൽ പോയിസോൺസ് റേഷ്യോന് ന്യൂ എന്ന് കൊടുക്കാറുണ്ട്. പോയിസോൺ റേഷ്യോ ഇസ് ഡിനോട്ടഡ് ആസ് ന്യൂ. ചിലതിൽ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 1/m. ഇതൊക്കെ പോയിസോൺസ് റേഷ്യോനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ഞാനിപ്പോൾ ന്യൂ ആണ് യൂസ് ചെയ്തത്. ന്യൂ മ്യൂ ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ഇ ആൻഡ് ജി. ഇതും ഓർമ്മിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് ആൻഡ് യങ്സ് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമുക്ക് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഓക്കെ, ഇത് രണ്ടും ഇക്വേഷനും ഓർമ്മിച്ചു വെക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനും കൂടി കണ്ടുപിടിക്കാം. അത് ഞാൻ നിങ്ങൾക്കായിട്ട് സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക, ഞാനിവിടെ ചെയ്യുന്നില്ല.
സംഭവം ഇത്രയേ ഉള്ളൂ. ഈ 2 ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷനിൽ നിന്ന് ന്യൂ ഒഴിവാക്കുക. അപ്പോൾ ഇതിന്ന് നമുക്ക് ന്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ന്യൂ ഈസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇ മൈനസ് 2g 1 പ്ലസ് ന്യൂ ഈസ് ഈക്വൽ ടു ഇ മൈനസ് 2g. അപ്പോൾ ഇ മൈനസ് 2g മൈനസ് 1 ഒക്കെ വരും. ഒരു ന്യൂവിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ആ എക്സ്പ്രഷൻ, ആ ന്യൂവിൻ്റെ എക്സ്പ്രഷൻ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ കണക്റ്റിംഗ് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അങ്ങനെ ഒരു സാധനം കൂടി, ഒരു എക്സ്പ്രഷൻ കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ ചിലപ്പം ചോദിക്കാറുണ്ട് 5 മാർക്കിനൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. സോ അതും കൂടി നോക്കുക. ഓക്കെ, നൗ ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഒന്നോ രണ്ടോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബാർ ഓഫ് 20 mm diameter is tested in tension. It is observed that when a load of 37.7 kilonewton is applied, the extension measured over a gauge length of 200 mm is 0.012 mm and contraction in diameter is 0.0036 mm. Find the Poisson's ratio and the elastic constants Eg and K. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ബാർ 20 mm ഡയമീറ്റർ ഉള്ള ഒരു ബാർ ഉണ്ട്, ടെൻഷൻ ടെസ്റ്റ് ആണ്. സോ ഇനീഷ്യൽ ഡയമീറ്റർ 20 mm ആണ്. It is observed that when a load of 37.7 kilonewton, so given load is 37.7 kilonewton, so into 10 raised to 3 ചെയ്താൽ ന്യൂട്ടൺ ആവും. The extension measured over a gauge length of 200 mm. So experiment conduct ചെയ്യുന്ന length, initial length is 200 mm. So you can convert it into meter, 200 into 10 raised to minus 3, അല്ലെങ്കിൽ mm ൽ വെച്ചോളൂ. Then the എക്സ്റ്റൻഷൻ, ഈ 200 mm ഈ ലോഡ് കൊടുത്തപ്പം ഇത്രയും എമൗണ്ട് എക്സ്റ്റൻഷൻ ഉണ്ടായി. അതായത് ചേഞ്ച് ഇൻ ലെങ്ത്, ഞാൻ ഡെൽറ്റ എൽ എന്ന് പേര് വിളിച്ചു. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു 0.12 mm, 0.012 mm ആണ് തോന്നുന്നു, നമുക്ക് വെരിഫൈ ചെയ്യാം. ആൻഡ് ദ കോൺട്രാക്ഷൻ ഇൻ ഡയമീറ്റർ, ഇതിന് ചേഞ്ച് ഇൻ ഡയമീറ്റർ, ഇപ്പോൾ ലെങ്ത് കൂടുമ്പം ഡയമീറ്റർ കുറയും. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.0036 mm. ഇങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് പോയിസോൺസ് റേഷ്യോ ന്യൂ ആൻഡ് ദ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഇ ജി ആൻഡ് കെ. അപ്പം ന്യൂ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ എല്ലാം ബേസിക് ഡെഫിനിഷൻ എടുത്താൽ മതി. ന്യൂവിൻ്റെ ബേസിക് ഡെഫിനിഷൻ നമുക്കറിയാം. ന്യൂ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ എടുത്താൽ പോയിസോൺസ് റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ് ഇ എന്ന് പറഞ്ഞാൽ. സോ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, ലോഡ് അറിയാം. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ആണ്. ലോഡ് അറിയാം, ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ലോഡും ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റും. സോ ലോഡ് ബൈ ഏരിയ ചെയ്താൽ നോർമൽ സ്ട്രെസ് കിട്ടി. നോർമൽ സ്ട്രെയിൻ നമ്മളിവിടെ ഓൾറെഡി ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ, അത് തന്നെയാണ് നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ, ആക്സിയൽ സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ എല്ലാം സെയിം ആണ്. സോ ഇവിടെ നിന്ന് അത് കണ്ടുപിടിച്ച് വെച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യങ്സ് മോഡുലസ് കിട്ടി. ഇനി യങ്സ് മോഡുലസും പോയിസോൺസ് റേഷ്യോ, ന്യൂ അറിയാം, യങ്സ് മോഡുലസും അറിയാം. നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അതർ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഇയും കെയും കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് പ്രൊസീജിയർ. നമുക്ക് നോക്കാം. സോ ഗിവൺ വാല്യൂസ് പി തന്നിട്ടുണ്ട്. 37.7 ആണ്. സോ 37.7 മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, കറക്റ്റ് ചെയ്യുക. 37.7 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു ഇത്രയും ന്യൂട്ടൺ, ഇൻറ്റു 1000 ചെയ്താൽ ന്യൂട്ടൺ കിട്ടി. ഏരിയ ഇനീഷ്യൽ ഡയമീറ്റർ 20 mm ആണ്. സോ π/4 ഇൻറ്റു π/4 d² ചെയ്താൽ ഏരിയ കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഫോർ കൺവീനിയൻസ്. ഇതിന് 100 π/m² എഴുതി. ഗേജ് ലെങ്ത്ത് 200 mm, ചേഞ്ച് ഇൻ ലെങ്ത്ത് 0.12 ആണ്. സോ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം, 0.12 mm. ചേഞ്ച് ഇൻ ലെങ്ത്ത് ഈസ് 0.12, ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് 0.0036. അത് കോൺട്രാക്ഷൻ ആണ്, ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, -0.0036 mm. നൗ ലീനിയർ സ്ട്രെയിൻ മീൻസ് ഇതാണ് ഏത് ആക്സിസ്, ലെങ്ത് വൈസ് ഇതാണ് ബാർ എങ്കിൽ ഇതിൻ്റെ ഈ ആക്സിസ് ഇങ്ങനെയാണ് ലോഡ് കൊടുത്തത്, ആക്സിയൽ ലോഡാണ്. അപ്പോൾ ഇനീഷ്യൽ ലെങ്ത്തിനാണ് ചേഞ്ച് ഉണ്ടായത്. സോ ആ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെയിനെയാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്.
So ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത് എങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതുകൊണ്ടാണ് ലോങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ഈസ് ദ ലീനിയർ സ്ട്രെയിൻ. ഇത് mm ആണ്, അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് ആണ്. നമുക്ക് രണ്ടും mmലാണ്, ഇത് രണ്ടും mmലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ mm എഴുതാം. Now lateral strain, epsilon lateral is equal to change in diameter by original diameter. Change in diameter contraction ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുത്തു. സോ മൈനസ് അത് തന്നിട്ടുണ്ട്. സോ ഇത് കിട്ടും. നൗ പോയിസോൺസ് റേഷ്യോ. പോയിസോൺ റേഷ്യോൻ്റെ ഡെഫിനിഷൻ എടുക്കുക. പോയിസോൺസ് റേഷ്യോ ന്യൂ ഈസ് ഈക്വൽ ടു ഒന്ന് lateral strain divided by epsilon longitudinal. ഇപ്പോൾ ഒന്ന് ലെങ്ത് കൂടുമ്പോൾ മറ്റേത് കുറയും, ഇത് കൂടുകയാണെങ്കിൽ ഇത് കുറയും. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ, ഈ ആൻസർ ഡിവൈഡഡ് ബൈ ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓർമ്മിക്കുക, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ് പോയിസോൺസ് റേഷ്യോ. പോയിസോൺസ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. സോ ഇത് രണ്ടും കൂടി റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പോയിസോൺസ് റേഷ്യോ ആസ് -0.3. ഓക്കെ, നൗ പോയിസോൺ റേഷ്യോ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് കിട്ടണമെങ്കിൽ ആദ്യം സ്ട്രെസ് കണ്ടുപിടിക്കണം. സോ നോർമൽ സ്ട്രെസ് ഈ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ്, നോർമൽ ഡയറക്ഷനിൽ വരുന്ന, ആക്സിയൽ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ് മീൻസ് ലോഡ് ബൈ ഏരിയ ആണ്. ലോഡ് തന്നിട്ടുണ്ട്, ഏരിയ അറിയാം. സോ ഇത്രയും കിട്ടും. ന്യൂട്ടൺ പെർ mm² ആണ്, കാരണം ഏരിയ mmലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, mm² കാൽക്കുലേറ്റ് ചെയ്തത്. സോ നോർമൽ സ്ട്രെസ് ഇത് കിട്ടും. നൗ യങ്സ് മോഡുലസ് ഈസ് നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ. അപ്പോൾ ഇതാണ് നോർമൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ വാല്യൂ കിട്ടിയത് 0.0006 ആണ്. സോ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സ്ട്രെയിൻ കിട്ടും. ആൻഡ് ആൻസർ ഈസ് ദിസ് മച്ച്. ഇവിടെ 0.006 ഉണ്ട്. ഓക്കെ, സോ യങ്സ് മോഡുലസ് കിട്ടി. സോ യങ്സ് മോഡുലസ് അറിയാം, ന്യൂ അറിയാം. സോ ബൾക്ക് മോഡുലസ് എങ്ങനെ കാണും? വി നോ ദാറ്റ് E ഈസ് ഈക്വൽ ടു 3k × 1 - 2 ന്യൂ. അപ്പം ഇത് റിലേഷൻ എടുത്താൽ യങ്സ് മോഡുലസ് അറിയാം, പോയിസോൺ റേഷ്യോ അറിയാം. സോ യു ക്യാൻ കാൽക്കുലേറ്റ് k. നൗ ദ സെക്കൻഡ് എക്സ്പ്രഷൻ E ഈസ് ഈക്വൽ ടു 2g × 1 + ന്യൂ. ഇതെടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് g. രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. സോ E ഈസ് ഈക്വൽ ടു 2g × 1 + ന്യൂ ഓർ g ഈസ് ഈക്വൽ ടു E/2 × 1 + ന്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാവും. സെക്കൻഡ് റിലേഷൻ എടുത്തു, അതിന് k കണ്ടുപിടിക്കാം. ഓക്കെ, നൗ I will give one more problem. You try to do it as an homework. ഓക്കെ, ഒരു നിങ്ങൾ ആൻസർ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. സോ ഒരു 500 mm ലോങ് ബാർ ഹാസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 20 mm. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം ക്വസ്റ്റ്യൻ്റെ. 20 mm × 40 mm. This bar is subjected to 40 kN. This bar is subjected to 40 kN tensile force on 20 mm × 40 mm faces, 200 kN compressive force on 20 mm × 500 mm faces, 30 kN tensile force on 40 mm × 500 mm face. Find the change in dimensions and change in volume if Young's modulus is equal to 2 × 10⁵ Newton per mm² and Poisson's ratio mu is equal to 0.3. ഇവിടെ mu എന്നാണ് ലെറ്റർ തന്നിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ ആണ്, കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു 500 mm ബാർ ഉണ്ട്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിൻ്റെ ഡയമെൻഷൻസും ഒക്കെയാണ് തന്നത്. ഏതൊക്കെ ഫേസിലാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ യങ്സ് മോഡുലസ്, പോയ്സോൺ റേഷ്യോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു തന്ന കാര്യം ഒരു ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് നോർമൽ സ്ട്രെയിൻ, ഏതൊക്കെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്നൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഇതേപോലെ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ. സോ ഒരു 500 mm ലോങ് ബാർ വരയ്ക്കുക. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ സപ്പോസ് ഇതാണ് ക്രോസ് സെക്ഷൻ 20 × 40 mm. ഇത് ഞാൻ 20 എന്ന് കൊടുത്തു, നിങ്ങൾ ഏകദേശം പ്രൊപ്പോർഷണലായിട്ട് വരയ്ക്കാം. 20 × 40 mm കൊടുത്തു. സോ ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നിങ്ങൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് വരയ്ക്കാം. ബട്ട് ഈ വാല്യൂസും ഈ ഫോഴ്സും മാറിപ്പോകരുത്. 40 kN ടെൻസൈൽ ഫോഴ്സ് ഈസ് ഓൺ
20 ഇൻറ്റു 40 mm ഫേസ്. അപ്പോൾ ആ ഫേസിലാണ് 20 40 mm 40 എന്നുള്ള ഫേസിലാണ് 40 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അത് ആ കറസ്പോണ്ടിങ് ഫേസിൽ തന്നെ മാർക്ക് ചെയ്യുക, അത് മാറിപ്പോരുത്. സോ 20 ഇൻറ്റു 40 ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ആണ്, ഇതാണ് 20 ഇൻറ്റു 40 ഫേസ്. സോ ടെൻസൈൽ ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ 40 കിലോ ന്യൂട്ടൺ എന്ന് കൊടുത്തു. ഇവിടെ 40 വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലും അത് തന്നെയായിരിക്കും. ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എലമെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വിലിബ്രിയാണ്. സോ ഒരു സൈഡിൽ 40 ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡ് 40 ഉണ്ടാവും ബൈ ഡിഫോൾട്ട്. ദെൻ 200 mm കംപ്രസീവ് ഫോഴ്സ് ഓൺ 20 ഇൻറ്റു 500 ഫേസ്. 20 500 ഈ ഫേസിൽ, ഈ റെക്ടാങ്കുലർ ഫേസിൽ 200 mm കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്. സോ 20 ഇതാണ് 20 ഡയമെൻഷൻ. 20 ഇൻറ്റു 500 ഫേസ് മീൻസ് ഈ ഹൊറിസോണ്ടൽ സർഫസ്, ഈ ഫേസ് ആണ് 20 ഇൻറ്റു 500 വരുന്നത്. അവിടെ 200 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ആണ്. സോ ഇവിടെ ഈ ഡയറക്ഷനിൽ ഒരു 200 കിലോ ന്യൂട്ടൺ കംപ്രസീവ് കൊടുക്കുക. ഇവിടെ നിന്ന് മേലോട്ടും 200 കിലോ ന്യൂട്ടൺ കംപ്രസീവ് കൊടുത്തു on 20 into 500 mm phase. So second ഇതായി. Then third one is 300 kilo Newton tensile force on 40 into 500 mm phase. So 40 500 mm phase. 40 500 mm phase means ഈ rectangle ഇതാണ് 40. ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് 40, ഹൊറിസോണ്ടൽ ആണ് 500. സോ ഈ വെർട്ടിക്കൽ ഫേസിലാണ് നമുക്ക് 300 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടെൻസൈലാണ്. സോ ഇങ്ങനെ മാർക്ക് ചെയ്യാം 300 കിലോ ന്യൂട്ടൺ. അതേമാതിരി ഇപ്പുറത്തും 300 കിലോ ന്യൂട്ടൺ. സോ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന ഫിഗറും. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നില്ല, ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫിഗറും അതിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസും. അപ്പം ശ്രദ്ധിക്കുക, ഇത് മാറിപ്പോകരുത്. 40 കിലോ ന്യൂട്ടൺ ഈ കറസ്പോണ്ടിങ് ഫേസിൽ തന്നെ മാർക്ക് ചെയ്യണം. അങ്ങോട്ട് ഈ 40 കിലോ ന്യൂട്ടൺ കൊണ്ടുപോയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റും, ആൻസറും തെറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരു ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഓരോ ഡയമെൻഷൻ. ഇപ്പോൾ ഇനീഷ്യൽ ലെങ്ത്ത് 500 ആയിരുന്നു, അത് എത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഇപ്പം വിഡ്ത്ത് ഞാൻ 200 കൊടുക്കുകയാണെങ്കിൽ, ഇനീഷ്യൽ വിഡ്ത്ത് 20 കൊടുക്കുകയാണെങ്കിൽ, 20 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫൈനലി ബിക്കോസ് ഓഫ് ഓൾ ദീസ് ലോഡ്സ് ഇതിൻ്റെ വിഡ്ത്തിന് എത്ര ചേഞ്ച് ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം. ദെൻ ഹൈറ്റ്, ഇനീഷ്യൽ ഹൈറ്റ് 40 mm ആണ് തന്നിട്ടുള്ളത്. ഫൈനൽ ഹൈറ്റ്, ചേഞ്ച് ഇൻ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ വോളിയം. ഇതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ബിക്കോസ് ഓഫ് ഓൾ ദീസ് നോർമൽ സ്ട്രെസ്സസ്, നോർമൽ ഫോഴ്സസ്. ഈ എല്ലാ നോർമൽ ഫോഴ്സിനെയും കൊണ്ട് ഈ റെക്ടാങ്കുലർ ബ്ലോക്കിനുണ്ടായ അല്ലെങ്കിൽ ആ റെക്ടാങ്കുലർ ബാറിനുണ്ടായ വോളിയം ചേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ യങ്സ് മോഡുലസും പോയിസോൺ റേഷ്യോയും തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ.